എന്താണ് ലഡാക്കിൽ സംഭവിക്കുന്നത്? ആരാണ് ഈ സോനം വാങ്ചുക്? ലഡാക്കിൽ നടക്കുന്നത് നേപ്പാളിന്റെ തുടർച്ചയോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് ലഡാക്ക് ഇഷ്യൂ. എന്താണ് ശരിക്കും ലഡാക്കിന്റെ പ്രശ്നം? 1846 അമൃത്സർ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്നു ലഡാക്ക്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ജമ്മു കാശ്മീർ എന്ന സ്റ്റേറ്റിന്റെ ഭാഗമായി ലഡാക്ക് നിലകൊള്ളുകയും ആർട്ടിക്കിൾ 370 പ്രൊട്ടക്ഷൻ ലഡാക്കിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ 2019 ഓഗസ്റ്റ് 5 ഇന്ത്യ ഗവൺമെന്റ് ആർട്ടിക്കിൾ 370 എന്ന പ്രത്യേക പദവി എടുത്തു മാറ്റുകയും ജമ്മു കാശ്മീർ എന്ന സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്ത് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്ന 2 യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റുകയും ചെയ്തു. നിലവിൽ ലേ, കാർഗിൽ എന്നീ 2 ജില്ലകൾ മാത്രം ഉൾപ്പെടുന്ന സ്വന്തമായി ഒരു ലെജിസ്ലേച്ചർ ഇല്ലാത്ത ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്ക്. അന്ന് ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ ലഡാക്കിലെ ഭൂരിഭാഗം ജനങ്ങളും കൈനീട്ടി സ്വീകരിച്ചിരുന്നു. എന്തിനു പറയുന്നു, ഇപ്പോൾ പ്രതിഷേധം നടത്തുന്ന ഈ സോനം വാങ്ചുക് പോലും അന്ന് ഈ ഗവൺമെന്റിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചിരുന്നു. പിന്നെ എന്താണ് ലഡാക്കിന്റെ പ്രശ്നം? എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്? സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.